Good morning and a very warm welcome to Gauri Krishan's official YouTube channel. ഇതൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. ഇതാ സൂക്ഷിച്ച് നോക്കിയ ആ ജനലിൽ ഒരാൾ കിടപ്പുണ്ടേ. പൂച്ചയല്ല, പട്ടിയാണേ. അപ്പോൾ നമുക്ക് കർട്ടൻസൊക്കെ മാറ്റണം. സൺലൈറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാ ഇവിടെ ഒരാളുടെ സൂര്യ നമസ്കാരം കൂടെ ഉണ്ട്. ഇതാണ് ആളുടെ ഫേവറേറ്റ് സ്പോട്ട്. വായി നോക്കാം, വളരെ സേഫായി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മനോഹരമായ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ അതിരാവിലെ മഴ കഴിഞ്ഞിട്ട് ഈ ഫ്ലവേഴ്സിൽ ഇങ്ങനെ റെയിൻ ഡ്രോപ്സ് ഉള്ള ആ ഒരു എന്താ പറയില്ല, അത് കാണുമ്പോൾ ഭയങ്കര ഒരു ബ്യൂട്ടിയാണ്. ഇതൊക്കെ ഒന്ന് രണ്ട് ബട്ടർഫ്ലൈ ചെടികളും പിന്നെ ഒന്ന് രണ്ട് റോസാപ്പൂവാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടം മെലസ്റ്റോമയും പിന്നെ ആ കണ്ട യെല്ലോ ഫ്ലവേഴ്സും. ഇതും ഇഷ്ടമാണ്. അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. ഒരു വൈറ്റ് ഫ്ലവർ, അവിടെ ഒരു ഇമ്മിണി വലിയ ഒരു വൈറ്റ് ഫ്ലവർ നിൽപ്പുണ്ട്. എനിക്ക് രാവിലെ എത്ര ധൃതി ഉണ്ടെങ്കിലും ചായ കുടിക്കുന്ന പ്രോസസ്സ് ഭയങ്കര പീസ്ഫുൾ. എനിക്ക് ചായ കുടിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെറുതെ ഇങ്ങനെ ചുമ്മാ പേരിന് കുടിച്ചാൽ പോലെ, അതെനിക്ക് റിലാക്സ് ചെയ്ത് ആസ്വദിച്ചൊക്കെ കുടിക്കണം. അത് ഈവനിങ് ആയാലും മോർണിംഗ് ആയാലും ചായ കുടിക്കുന്നത് എനിക്ക് ധൃതിയിൽ പറ്റില്ല. അപ്പോൾ ഇനി റെഡി ആയിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോകണം. ആക്ച്വലി ഇന്നലെയും ലേറ്റായി, ഇന്നെങ്കിലും നേരത്തെ പോകണമെന്ന് ഞാൻ വിചാരിച്ചത്. പോയിട്ട് വന്നിട്ട് എനിക്ക് വൈകിട്ടൊരു ഫങ്ഷൻ ഉണ്ട്. നമ്മളുടെ ധന്യ ചേച്ചിയുടെ എൻ്റെ ഉടുപ്പ് ധന്യ ചേച്ചിയുടെ ഡാൻസ് സ്കൂളുണ്ടല്ലോ, അതിൻ്റെ ഒരു സമ്മർ ക്യാമ്പിൻ്റെ എൻഡ് എന്തോ ആണ്. അപ്പോൾ അതിൽ ഗസ്റ്റായിട്ട് പോകണം. അപ്പോൾ അത് 5:30-ക്കാണ്. 4:30-ക്ക് മുമ്പ് റെഡിയാണ്. ബിക്കോസ് ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 hour ഇല്ല, അരമണിക്കൂറേ ഉള്ളൂ. എന്നാലും അപ്പോൾ ഓക്കെ, പെട്ടെന്ന് റെഡി ആയിട്ട് പോട്ടെ. ഇന്നും കൂടെ ചീത്ത കേട്ടാൽ ശരിയാവില്ല. എന്നും നേരത്തെ ഇറങ്ങുന്ന വിചാരിക്കും, പക്ഷെ പറ്റൂല. ഐ ഡോണ്ട് നോ. ഇത് ഹൈഫൻ്റെ ഡബിൾ ഷോട്ട് സിറമാണ്. ആക്ച്വലി ഇറ്റ് വർക്ക്സ് വെൽ. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്, മാക്സ് ഫാക്ടർ. ഇത് ചേച്ചി UK നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നതാണ്. ഇത് ആമസോണിൽ ലൈറ്റ് ഇല്ല അല്ലേ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനിത് വീണ്ടും ഡബ് ചെയ്തതാണ്. അതാണ് ചുണ്ടൊരു വഴി, വോയിസ് വേറൊരു വഴി, കാരണം ഫുൾ ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് നല്ല ലിപ് ബാമും ലിപ്സ്റ്റിക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത്, ലിപ് ഗ്ലോസും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു അടിപൊളി സാധനമാണ്. എനിക്കൊന്ന് ആമസോണിലൊക്കെ കിട്ടുമായിരിക്കും. മാക്സ് ഫാക്ടർ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും, ലോങ് ലാസ്റ്റിങ്ങും ആണ്. കുഞ്ഞ് കമ്മലിടാം. ഇവിടെ അമ്മയെ സഹായിക്കാൻ വരുന്ന ആൻറ്റി ഉണ്ടായിരുന്നെങ്കിൽ സൺഡേ ആയവർ വരില്ല. എന്നോട് ചോദിക്കും, ഇതിലും നല്ലത് കമ്മലിടാണ്ട് പോകുമല്ലേ. എനിക്ക് ഷോൾ എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടുന്നത് ഭയങ്കര ഒരു കോൺഫിഡൻസും കംഫർട്ടബിളും ആണ്. 90s കിഡ്സ് എന്ന് പറയുന്നത്, നമ്മളൊക്കെ കൊച്ചിലെ ഇത് ഭയങ്കര ട്രെൻഡായിരുന്നു. ജ്യോതിക സ്ഥിരമായിട്ടിടുന്നൊരു സ്റ്റൈലായിരുന്നു അത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അധികം കഴിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് ഒരു തലകറക്കം. നമുക്കൊരു നാരങ്ങ വെള്ളം ഉപ്പും പഞ്ചസാരയും ഇട്ട് കുടിക്കാം. പെട്ടെന്ന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ കിൻഡർ ഗാർഡനിലെത്തിയൊരു ഫീല്.
ഓക്കെ, അപ്പം മുല്ലപ്പൂ വാങ്ങി. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ വാങ്ങണം. പിരിയൻ മുളക് പൊടി, വെളുത്തുള്ളി ഇത്രയും കൂടെ വാങ്ങിച്ചാൽ ലെറ്റ്സ് ഗോ ഹോം. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അമ്മയുടെ ചിക്കൻ ഫ്രൈ, ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ച ചിക്കൻ ഫ്രൈയിൽ എവിടെ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടോ എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് അമ്മ ഉണ്ടാക്കുന്ന അമ്മ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നാണ്. പക്ഷെ ഞാനും ഒരു പ്രാവശ്യം അത് ട്രൈ ചെയ്തപ്പോൾ ആ ടേസ്റ്റ് തന്നാലും അമ്മ ഉണ്ടാക്കി തരുമ്പോൾ ഒരു സന്തോഷം. അതും രസവും, അല്ലെങ്കിൽ ആ ചിക്കൻ ഫ്രൈയും കാച്ചിയമോരും. ഇന്ന് കാച്ചിയമോരാവാൻ ഇന്ന് കാച്ചിയമോരാവാൻ സാധ്യതയുണ്ട് തൈര് വാങ്ങിക്കാം. അപ്പം ഇന്നത്തെ ലഞ്ച് എനിക്ക് സൺഡേ അടിപൊളി. സൺഡേ ആണ് മെയിൻലി അമ്മയുടെ കുക്കിംഗ്, പക്ഷെ അടിപൊളിയായിരിക്കും. അങ്ങനെ ഉണ്ടാക്കുന്നതെല്ലാം ഭയങ്കര ടേസ്റ്റാണ്. അതിൽ ചിക്കൻ ഫ്രൈ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഇന്ന് ലഞ്ച് കഴിക്കാൻ കുറച്ചധികം എക്സൈറ്റഡ് ആണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ സമയമില്ല. ഇപ്പം തന്നെ 12:15. നേരത്തെ വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഉടനെ കഴിക്കായിരുന്നു. അയ്യോ, ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു 2 മണി ആകുമ്പോഴെങ്കിലും ഒരുങ്ങാൻ തുടങ്ങണം. ഇല്ല, 4:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു 3:30 ആകുമ്പോൾ 1 hour വേണം എനിക്ക് സാരി ഉടുത്ത് ഫുള്ളൊന്ന് റെഡിയാണ്. ഇന്ന് 1 hour. സാധാരണ ഒരു 15 minutes 20 minutes ഞാൻ റെഡിയാകും. പക്ഷെ ഇന്ന് പൂവൊക്കെ വെക്കണമെന്ന് കുറേ നാളായി ഞാനിങ്ങനെ പൂവൊക്കെ വെച്ചൊന്ന് ഒരുങ്ങിയിട്ട്. സോ ഇന്ന് എന്തായാലും ഞാൻ അങ്ങനെ ഒരുങ്ങുമെന്ന് ഞാൻ മനസ്സിൽ നേരത്തെ വിചാരിച്ചു. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷം തരുന്നുണ്ട് ഇപ്പം എനിക്കത്. അല്ലെങ്കിൽ ഇങ്ങനെ ലൈഫ് കുറച്ച് കളർഫുൾ ആക്കാമെന്ന് വിചാരിച്ചു. ഫുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ ഇപ്പോൾ സമയം 12:32. അപ്പോൾ കുറച്ച് നേരം ഞാനൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ ഫംഗ്ഷന് പോയിട്ട് ഇരുന്ന് തൂങ്ങും. ഞാൻ ഉറങ്ങിയാലേ ഉള്ളൂ നമുക്ക് ഒരുങ്ങുമ്പോഴൊക്കെ കുറച്ച് മുഖത്തൊക്കെ ഒരു ഇങ്ങനെ ഒരു വെട്ടം വിളിച്ചു. സോ ലെറ്റ്സ് സ്ലീപ്പ്. കുറച്ച് നേരം ഒന്ന് ഉറങ്ങാം, എന്നിട്ട് ഫുഡ് കഴിക്കാം, എന്നിട്ട് റെഡിയാവാം. ഓക്കെ, ടാറ്റ. ലഞ്ച് കഴിക്കാൻ വന്നിരുന്നപ്പോഴാണ് അച്ചുക്കുട്ടൻ എൻ്റെ ഫേവറേറ്റ് മിയ കാറ്ററിങ്ങിലെ ബിരിയാണി ആയിട്ട് വന്നത്. ആദ്യം ഞാൻ എന്തായാലും നമ്മുടെ ചോറ് തന്നെ കഴിച്ചു കേട്ടോ. ആ മോരുകറിയൊക്കെ ഒഴിച്ച് അതിലേക്ക് ചിക്കൻ വെച്ചിട്ട് ഉഫ് അമ്മ സൂപ്പർ. ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഉറങ്ങാൻ വേണ്ടി കിടന്നാൽ ഞാൻ ഉറങ്ങൂല, ഇങ്ങനെ കിടക്കും. പണ്ടേ ഉണ്ട്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ആങ്സൈറ്റി. അത് ശരിയല്ല. ഞാൻ ഈ സാരി എടുക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ ഇത് ലാലീസ് എന്ന് പറഞ്ഞ പേജില്ല ഇൻസ്റ്റഗ്രാം. എത്ര പേര് അത് ഫോളോ, ഇങ്ങനെ ഒരുപാട് ഫോളോവേഴ്സ് ഇപ്പോൾ ഉണ്ടാവും. ഞാൻ അവരുടെ സാരികളൊക്കെ ഇങ്ങനെ ഞാൻ പൊതുവെ ഇപ്പം എങ്ങും കുറച്ച് നാളായിട്ട് എങ്ങും പുറത്തേ ഇറങ്ങാത്തതുകൊണ്ട് സാരീസൊന്നും ഞാനങ്ങനെ വാങ്ങിക്കുന്നേ ഇല്ലായിരുന്നു. കാരണം എങ്ങും പോകുന്നില്ല, വീട്ടിലിടാൻ മാത്രമേ ഡ്രസ്സ് വാങ്ങിക്കുള്ളായിരുന്നു, കാരണം പുറത്ത് പോകുന്നില്ലല്ലോ. അപ്പോൾ ഈ ലാലീസിൻ്റെ കുറേ സാരികൾ ഞാനിങ്ങനെ സേവ് ചെയ്തു. കാരണം ഒരു രക്ഷയില്ല കേട്ടോ. അവരുടെ സാരി കളക്ഷൻസ് എപ്പോഴും, അവരുടെ എല്ലാ സാരീസിനും എപ്പോഴും ഒരു യുണീക്നെസ്സും ഒരു സ്പെഷ്യാലിറ്റിയും പിന്നെ അവരുടെ വേ ഓഫ് പ്രസൻറ്റേഷനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ലാലീസിൽ നിന്ന് ഞാൻ ഇപ്പം കുറേ സേവ് ചെയ്തതിൽ ഫസ്റ്റ് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ച സാരി. ഇപ്പം കുറേ ഇത് ട്രെൻഡിങ് ടൈമൊക്കെ കഴിഞ്ഞു, ഇതിൻ്റെ കുറേ റീൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഞാൻ ആ പേജിൽ നിന്ന് സേവ് ചെയ്തതായതുകൊണ്ട് ഞാൻ ഈ ഒരു സാരി വാങ്ങിച്ചു. എന്തൊരു ക്വാളിറ്റി എന്ന് പറയുക, എനിക്ക് ലൈക്ക് എന്താ പറയുക, ഭയങ്കര ഒരു നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഈ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു വേർഡുണ്ടല്ലോ, മെയിൻ ക്യാരക്ടർ എനർജി. യെസ്, കിട്ടിയ വേർഡാണത്, മെയിൻ ക്യാരക്ടർ എനർജി. നമ്മളുടെ ലൈഫിലെ മെയിൻ ക്യാരക്ടർ എനർജി നമ്മളാണെന്നുള്ള അതുപോലൊരു എനർജി കിട്ടുന്ന ഒരു സാരി. അതും ക്വാളിറ്റിയിൽ ഒരു രക്ഷയില്ല കേട്ടോ. വിത്ത് ബ്ലൗസ് അല്ല, പക്ഷേ അതിൻ്റെ ആ കസവും മൽ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല ലൈക്ക് എന്താ പറയുക, നല്ല ഒതുങ്ങി നല്ല കംഫർട്ടബിളാണ് ഇത് കൊടുക്കാനായിട്ട്. ഇത്രയും ട്രാൻസ്പെറൻസി ഉള്ളു. 1 പ്ലീറ്റ് ഇട്ടാലും അങ്ങനെ വലിയ ഭയങ്കര സീ ത്രൂ സാരി ഒന്നുമല്ല. ഞാൻ ഇതിൻ്റെ കൂടെ ബ്ലൗസ് ഇടാൻ എടുത്ത് വെച്ചത് ഒരു പ്ലെയിൻ ഈ ഒരു ബ്ലൗസാണ്. വേറൊരു കസവിൻ്റെ എടുത്തു ഞാൻ, പക്ഷെ അതത്ര ഓക്കെ അല്ല. ഇതാണ് കുറച്ചും കൂടെ മാച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് വരാൻ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചു കാണിച്ചു.
എന്ന് വിചാരിച്ചു. ലോങ് മാല ഞാൻ കാണിച്ചു. ഷോർട്ട് മാലയ്ക്ക് ഇത് വേണോ ലോക്കറ്റ് എനിക്കൊന്ന് ഗോൾഡ് മൊത്തത്തിൽ അങ്ങ് മറ്റേ അമ്മേ ദേവി സെറ്റപ്പ് ആവുമോ എന്നൊരു ഡൗട്ട്. എന്തായാലും ലെറ്റ് സി. ഇത് രണ്ടിലേതാ നല്ലതെന്ന് വെച്ചാൽ അതിടാമെന്ന് വിചാരിച്ചു. പിന്നെ ലോങ് ചെയിൻ കാണിച്ചു തരാൻ പറ്റും. ആക്ച്വലി ഇത് ഞാൻ പറക്കാട്ടിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഇത് ഈ ഒരു മാല നല്ല പെർഫെക്ഷനാണ്. ഗോൾഡ് ലുക്ക് ലൈക്ക് തന്നെയാണ്. നല്ല എനിക്ക് ലക്ഷ്മി ദേവിയുടെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്യിപ്പിച്ചതാണ്. ലോക്കറ്റ് അയച്ചു. കാണാവോ ലോക്കറ്റ്? ഓ, അപ്പം ഇനി ഇതായിടുക. അപ്പം ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ട് ബാക്കിയെടുക്കാം. ബൈ. അപ്പം നമുക്ക് റെഡി ആവാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മൈ ഫേവറേറ്റ് ലിപ് ബാം കാർമെക്സ്. ഇന്ന് ഞാൻ ഫൗണ്ടേഷൻ ലൈറ്റായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. നല്ലൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ മേക്കപ്പ് വളരെ ലൈറ്റായിട്ട് ചെയ്താൽ എനിക്ക് കൊള്ളുള്ളൂ. നന്നായിട്ട് മീൻസ് ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്താൽ ഞാൻ വേറെ ആരെയോ പോലെ ഇരിക്കും. പൊതുവേ എനിക്ക് മേക്കപ്പ് ചേരാറില്ല. സോ ഞാൻ ലൈറ്റായിട്ടാണ് ഫൗണ്ടേഷൻ, അതും ക്രീമിൽ മോയ്സ്ചറൈസറിൽ മിക്സ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ അങ്ങിടും. അതാണ് എൻ്റെ ഒരു മേക്കപ്പ് രീതി. ലൈറ്റായിട്ടൊരു ബ്രൗൺ ഫൗണ്ടേഷനും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണും ഞാൻ മേളിൽ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് വാലിട്ട് എഴുതി സാരിയൊക്കെ കൊടുത്ത് റെഡി ആയപ്പോഴാണ് എനിക്ക് എന്തോ സംതിങ് റോങ് ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ലെൻസ് വെച്ചില്ല, ഒന്നും കാണുന്നില്ല. ഇത് ശരിക്കും ആദ്യം ചെയ്യേണ്ട പ്രോസസ്സാണ്. കാരണം കൈയൊക്കെ ക്ലീൻ ആയിരിക്കണം ലെൻസ് വെക്കുമ്പോൾ. എല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കുന്നത് ഞാൻ ഏത് കാജലായിരുന്നെന്ന്. ഇത് കെ ബ്യൂട്ടിയുടെ ആണേ. ഒരു 700 റേഞ്ച് വരുന്ന കാജലാണ്. ഭയങ്കര ഇൻറ്റൻസ് ബ്ലാക്കാണ്. ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. പക്ഷേ പെട്ടെന്ന് തീർന്നു പോകും. പക്ഷേ വർത്ത് ബൈയിങ്. കാരണം നമുക്ക് കണ്ണ് നല്ല ബ്രൈറ്റായിട്ടിരിക്കും. നിങ്ങൾക്കുണ്ടോ ഈ പ്രശ്നം? എവിടെയെങ്കിലും പോകാൻ റെഡിയാവണം, ഇന്ന കൃത്യസമയത്ത് റെഡിയാകണം എന്നുള്ളപ്പം ഈ കമ്മലിൻ്റെ പിരി കറക്റ്റായിട്ട് വീഴത്തേയില്ല. ഇത് എൻ്റെ എന്ത് തലയിലെഴുത്താണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. ഇതിങ്ങനെ കളിച്ചുകൊണ്ടേ ഒരു 10-20 മിനിറ്റ് ഇതിൻ്റെ പേരിൽ എനിക്ക് പോകും. കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ ഈ റെഡ് ലോക്കറ്റ് തന്നെ ഫിക്സ് ചെയ്തു. എനിക്ക് 2 മാലയ്ക്ക് ഇടുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ലൈക്ക് ഓവറായോ എന്നൊക്കെ ഇങ്ങനൊരു തോന്നൽ വരും. അപ്പോൾ ഞാൻ അമ്മയുടെ ഒന്ന് ചോദിക്കും, അമ്മ ഇത് ഓവറാണ്. പറയും ഇതൊക്കെ എന്ത് ഓവറാണ്. അപ്പോൾ ഒരു സമാധാനം. ഞാൻ എപ്പോഴും നല്ല നല്ല ഹെയർ സ്റ്റൈൽസൊക്കെ കെട്ടണമെന്ന് ആഗ്രഹിക്കുവേ, പക്ഷെ നടക്കൂല. അടുത്തത് കോള്. ഇതുകൊണ്ട് എവിടെയെങ്കിലും ധൃതിയിൽ പോകണമെങ്കിൽ ഇത്രയും കോൾ എനിക്ക് വേറെ വരില്ല, ഇല്ലെങ്കിൽ ആരും വിളിക്കില്ല. പറഞ്ഞു വന്നത് ഹെയർ സ്റ്റൈൽ. എനിക്കൊന്നും കെട്ടാൻ അറിയണം. ഫൈനലി ഞാൻ ഒന്നെങ്കിൽ ഇങ്ങനെ കെട്ടും, ഇല്ലെങ്കിൽ കുളിപ്പിന്നിൽ കെട്ടും, ഇല്ലെങ്കിൽ പോണിറ്റെയിൽ. ഈ 3 ഹെയർ സ്റ്റൈലിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇത് ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ടൈറ്റായിട്ടൊക്കെ ഉള്ളൊരു ഹെയർ സ്റ്റൈലായിരുന്നു മനസ്സിൽ. പക്ഷേ അത് കറക്റ്റായിട്ട് വന്നില്ല. പക്ഷേ എനിക്കിത് ഇഷ്ടമായി. Okay, I'm done. ഇന്നത്തെ ഒരു ഫംഗ്ഷൻ ഭയങ്കര നല്ലതായിരുന്നേ. ഭയങ്കര ഒരു എനർജറ്റിക് ഫംഗ്ഷനായിരുന്നു. ഡാൻസറുടെ ധന്യച്ചിയുടെയും ജോൺ ചേട്ടൻ്റെയും ഈ ഒരു ഡാൻസ് സ്റ്റുഡിയോയ്ക്ക് സമ്മർ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വൈൻഡിങ് അപ്പ് ആയിരുന്നു ഈ ഒരു ഫംഗ്ഷൻ. ഇവരിപ്പോൾ തുടങ്ങിയിട്ട് 1 ഇയർ ആയിട്ടില്ല. ജാനുവരി ആകുമ്പോൾ എനിക്ക് തോന്നുന്നു 1 ഇയർ ആകുമ്പോൾ. ഇവരുടെ ഡാൻസ് സ്കൂൾ വരുന്നത് പൂജപ്പുരയാണ് കേട്ടോ. ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ വന്ന് പഠിക്കാൻ എളുപ്പമാണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ദേ ആർ സക്സസ്ഫുള്ളി റണ്ണിങ് ഇറ്റ്.